ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവ് ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് തന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ തിരുവചനമാണ്. 25-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുടെ ആ കയത്തിൽ ആയിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് കടൽ യാത്രയിൽ നാളുകളായി സൂര്യനെ കാണാതെ പ്രതിസന്ധിയിൽ കഴിയുമ്പോൾ ആഹാരം കഴിക്കാൻ പറ്റാതെ, ആഹാരം കഴിക്കാനുള്ള ധൈര്യമില്ലാതെ അവരാകെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. ഒരാൾ പോലും സമാധാനത്തോടെ ഇരിക്കുന്നില്ല, ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ആർക്കും ഒന്ന് ചിരിക്കാൻ ഒക്കുന്നില്ല, ജീവിതം തീരുവാണ് എന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ അടുത്ത് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ ഇറങ്ങി വന്നിട്ട് പൗലോസിനോട് പറഞ്ഞു: പൗലോസേ, നിനക്കൊന്നും സംഭവിക്കുകയില്ല, നിനക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. കർത്താവ് നിന്നെ രക്ഷിക്കുന്നവനാ, യേശു കർത്താവ് നിന്നെ രക്ഷിക്കുന്നു, യേശു കർത്താവ് നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പറയാം, നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ചിലപ്പോൾ തീർന്നു പോകുമെന്ന് നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്രതിസന്ധിയില്ല നമുക്ക് തോന്നുമായിരിക്കും. ഒന്നും പേടിക്കണ്ട, യേശുവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് എന്നോട് നിങ്ങളോട് സംസാരിക്കും. നീ പേടിക്കണ്ട, യേശു കർത്താവ് നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ആ ശബ്ദം കേട്ട ശേഷം അപ്പോസ്തലൻ പൗലോസ് പറയുന്നതാണ് നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിച്ചത്: പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. പൗലോസിന് സംശയമില്ല, കടലിൽ മുങ്ങിപ്പോകുമെന്ന് പൗലോസ് ചിന്തിക്കുന്നില്ല, തകർന്ന് നശിച്ചു പോകും, ഇനിയൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് പൗലോസ് പറയുന്നില്ല. ബാക്കി എല്ലാവരും, സമൂഹത്തിൽ മുഴുവൻ, ആ കപ്പലിലുള്ള മുഴുവൻ ആൾക്കാരും ഒരുപോലെ തീർന്നുപോയി എന്ന് പറയുമ്പം, തീർന്നു പോകുമെന്ന് വിശ്വസിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ധൈര്യത്തോടെ അവരോട് പറയാ: സംഭവിക്കുകയില്ല, എൻ്റെ ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. പ്രിയമുള്ളവരെ, കർത്താവിന് നിങ്ങളോടൊരു വാക്തത്വം ഉണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വാക്കിൽ നിന്ന് കർത്താവ് മാറിയേല. ആ കർത്താവ് പറഞ്ഞ വാക്ക് അതങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാക്തത്വത്തിന് ഒരു നാളും അയവില്ല. കർത്താവ് അത് അങ്ങനെ തന്നെ ചെയ്തു തരുന്ന കർത്താവ് നിങ്ങളെ രക്ഷിക്കുന്നു, രക്ഷിക്കും. നിങ്ങൾ ഉയർത്തുന്നു, ഞാൻ നിങ്ങളെ ഉയർത്തും. നിങ്ങളെ മാനിക്കുന്നു, ഞാൻ കർത്താവ് മാനിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലും ആ ദൈവം നമ്മുടെ കർത്താവ്, ആ യേശു നമ്മുടെ കർത്താവ്, ആ യേശു കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ആ യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മാനിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് വിശ്വസിച്ചേ, എൻ്റെ കർത്താവിനോട് പറഞ്ഞതിനപ്പുറത്ത് ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ കർത്താവിനോട് പറഞ്ഞതേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. നാട്ടുകാർ പറയുന്നത് സംഭവിക്കുകയില്ല, ഡോക്ടർ പറഞ്ഞത് സംഭവിക്കുകയില്ല, വീട്ടുകാർ പറഞ്ഞത് സംഭവിക്കുകയില്ല, കൂട്ടുകാർ പറഞ്ഞത് സംഭവിക്കുകയില്ല. എൻ്റെ യേശു എന്നെക്കുറിച്ച് പറഞ്ഞത് സംഭവിക്കും. അത് നമുക്ക് വിശ്വസിക്കാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങളല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. യേശു കർത്താവ് ഞങ്ങളോട് പറഞ്ഞതെല്ലാം നിറവേറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകലും കർത്താവെ, അങ്ങയുടെ വാക്തത്വം, ഞങ്ങളെക്കുറിച്ചുള്ള വാക്തത്വം നിറവേറുന്നതിന് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ആ യേശു കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിൻ്റെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കാം, അത്ഭുതം നമുക്ക് പ്രാപിക്കാം.